ഹലോ ട്രേഡേഴ്സ്. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ പുതിയൊരു അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഫ്രൈഡേയിലെ മാർക്കറ്റ്? ഒരു വൺ ഡയറക്ഷൻ സെല്ലിംഗ് അല്ല നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്ന് അതിനുശേഷം നല്ലൊരു സെല്ലിംഗ് ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായത് അല്ലേ? അപ്പോൾ അത്യാവശ്യം എല്ലാവരും ഈ സൈഡിലേക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ആരെങ്കിലും സി ട്രേഡിൽ ട്രാപ്പായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്ക് പ്രോപ്പറായി മാനേജ് ചെയ്തിട്ടുണ്ടാവണം എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ മൺഡേയിലേക്കുള്ള എന്തൊക്കെയാണ് ഞങ്ങൾക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലെ പ്രോപ്പർ ലെവൽസ് കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം. അതിനു മുന്നേ നിഫ്റ്റിയിൽ ഞങ്ങൾക്കൊരു വൺ ഡയറക്ഷൻ സെല്ലിംഗ് ആണ് തന്നിട്ടുള്ളതെങ്കിലും ഞങ്ങൾ ഒന്ന് ഗ്ലോബൽ മാർക്കറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാം ഒരു ഗ്രീൻ ക്ലോസിംഗ് ആയിരുന്നു കണ്ടില്ല. അതേപോലെ തന്നെ ഞങ്ങൾ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെയും ഗിഫ്റ്റ് നിഫ്റ്റിയും ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മൺഡേ ഞങ്ങൾക്ക് ഒന്നെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ടൊരു ഒരു ബുള്ളിഷ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഒരു സിറ്റുവേഷൻ ആണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത്. അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾക്ക് എന്തൊക്കെ പ്ലാൻ ഓഫ് ആക്ഷൻ ആണ് ഞങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ 50 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നിട്ട് മുകളിലേക്ക് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് കാണിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു ലെവൽ, അതായത് 22,530 എന്ന ലെവലിൽ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാണ് ഞങ്ങൾക്ക് അവിടെ ഒരു ബൈങ് സൈഡിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ കഴിയും. പക്ഷെ അതൊരു സ്കാൽപ്പിനാണ് കൂടുതൽ പ്രിഫറബിൾ ആയിരിക്കും. ഒരു 1:1 റിസ്ക് ഡിവാർഡിലൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ കഴിയും. അതല്ല ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് അത്യാവശ്യം ഒരു ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. ഞങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്ന ഓൾമോസ്റ്റ് 22,620 എന്ന ലെവലാണ്. അതും ബ്രേക്ക് ചെയ്ത് അത്യാവശ്യം ആ ഒരു മൊമെന്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് 22,690 എന്ന ലെവലിൽ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഉള്ളത്, ഞങ്ങൾക്ക് ഇവിടെ ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഇവിടെ ഫോം ആയി വരുന്നത് കാണാൻ കഴിയും. നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ് ഗ്യാപ്പ് ഓപ്പണിംഗ് തന്നിട്ട് ഒരു ചെറിയ ഡിപ്പ് വന്നിട്ട് തിരിച്ച് കയറുകയാണെന്നാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഇവിടെ കംപ്ലീറ്റ് ആവും. അതിനുശേഷം ഞങ്ങൾക്ക് എന്താണ്, ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഞങ്ങൾക്ക് അപ്പ് സൈഡിലേക്ക് ട്രേഡൊക്കെ പ്ലാൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നാളെ ഒരു നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തരുന്നതെങ്കിൽ ഞങ്ങൾ ഈ ഒരു ലെവലിൽ നിന്ന് പ്രോപ്പറെ വാച്ച് ചെയ്യണം. അതായത് 22,600 എന്ന ലെവലിൽ അവിടെ ഞങ്ങൾ പ്രോപ്പറെ ഒന്ന് വാച്ച് ചെയ്യണം. കാരണം അതിന് താഴെ ഒരു നെഗറ്റീവ് ക്യാൻഡിൽ ക്ലോസിംഗ് തരികയാണെങ്കിൽ, താഴെ ക്ലോസ് ചെയ്ത് നമുക്ക് പ്രോപ്പറെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഞങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത 22,530 എന്ന ലെവലായിരിക്കും. വീണ്ടും ഒരു സെല്ലിംഗ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് ഈ ലെവൽ, അതായത് ഏകദേശം 22,440 എന്ന ലെവലൊക്കെ ഞങ്ങൾക്ക് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് എടുക്കാൻ കഴിയും. ഓക്കെ, അതേപോലെ തന്നെ ഞങ്ങൾ ഫിബൊണാച്ചി ആ ഒരു ടൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ടോപ്പ് ടു ബോട്ടം നമ്മൾ ഡ്രോ ചെയ്താൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു മേജർ റിജക്ഷൻ സോൺ, അതായത് 0.5 0.6 സോൺ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ ഈ ഒരു സോൺ എത്തുമ്പോൾ ഞങ്ങൾ ഒന്ന് വാച്ച് ചെയ്യേണ്ടത്, ഇപ്പൊ ഇവിടുന്ന് ഒരു നെഗറ്റീവ് ക്യാൻഡിൽ ക്ലോസിംഗ് തരികയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സെല്ലിംഗ് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. ഓക്കെ, ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ടൂൾസ് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യണം അറിയാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്തോളൂ, ഇതിനെക്കുറിച്ച് ഒരു പ്രോപ്പർ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നാളെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ ആ ഒരു ലെവലിൽ തന്നെ ഞങ്ങൾക്ക് ബൈങ് സൈഡിലേക്ക് പ്ലാൻ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പം നിഫ്റ്റിയിലെ ലെവൽസ് ഒക്കെ ക്ലിയർ ആക്കി തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസോ വേണമെന്നാണ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് നെക്സ്റ്റ് ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെ വ്യൂസ് ആണ് കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് ഈ ഒരു ലെവൽ, അതായത് 48,960 എന്ന ലെവൽ പ്രോപ്പറായി സസ്റ്റെയിൻ ചെയ്ത് ബ്രേക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതല്ല ഈ ഒരു ലെവൽ നമുക്ക് റെസിസ്റ്റൻസ് ആയി തന്നത് ഒരു അവിടെ നിന്ന് പുൾ ബാക്ക് വരുന്നെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് യാതൊരു ട്രേഡും എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഈ ഒരു റേഞ്ചിൽ അത്യാവശ്യം ഒരു സൈഡ് ബേസ് ആയിരിക്കാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. ഓക്കെ, ഇനി ഈ ഒരു റേഞ്ച് അഥവാ നല്ല പ്രോപ്പറായി ബ്രേക്ക്ഔട്ട് തന്ന് ഇവിടെ ഒരു അത്യാവശ്യം നല്ല ബുള്ളിഷ് കാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ടാർഗറ്റ് വരുന്ന ഓൾമോസ്റ്റ് 49,150 എന്ന ലെവലായിരിക്കും. അതല്ല അതിന് ഞങ്ങൾക്ക് വീണ്ടും ഒരു അത്യാവശ്യം നല്ലൊരു മൊമെന്റം കാണിച്ച് ഈ ഒരു ലെവൽ വീണ്ടും ബ്രേക്ക്ഔട്ട് തരികയാണെങ്കിൽ ഞങ്ങളുടെ സെക്കൻഡ് ടാർഗറ്റ് വരുന്നത് ഓൾമോസ്റ്റ് 49,340 എന്ന ലെവലൊക്കെ ഞങ്ങൾക്ക് സെക്കൻഡ് ടാർഗറ്റ് എടുക്കാൻ കഴിയും. അതല്ല ഒരു ഫ്ലാറ്റ് ഔട്ടിങ് തന്നിട്ട് താഴേക്ക് ഒരു മൂവ്മെന്റ് തരുന്നത് ഞങ്ങൾക്കൊന്ന് ഇവിടെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ ഡേയുടെ ആ ഒരു ലോല് ഒന്ന് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അവിടെ നിന്ന് ഒരു റിവേഴ്സിലാണ് കാണിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു ബൈങ് സൈഡിലേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനി നാളെ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് തരുന്നതെങ്കിൽ ഞങ്ങളൊരു പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞങ്ങൾക്ക് ഈ ഒരു ലെവൽ, അതായത് ഓൾമോസ്റ്റ് 49,000 എന്ന ഈ ഒരു ലെവലിൽ ഒന്ന് എത്താൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടുന്ന് ഒരു റിവേഴ്സിൽ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു ബൈങ് സൈഡിലേക്ക് ഒരു പ്ലാൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇനി അതല്ല നാളെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നിട്ട് താഴേക്കാണ് ബ്രേക്ക് ചേരുന്നതെങ്കിൽ ഞങ്ങൾ ഇവിടെ ഒരു പ്രോപ്പർ വെയിറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് 48,570 എന്ന ലെവലൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അത് പ്രോപ്പറായി ബ്രേക്ക് ചെയ്യുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഞങ്ങൾക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 48,400 എന്ന ലെവലിൽ ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്നതാണ്.
ഓക്കെ, അതും വീണ്ടും ഒരു അത്യാവശ്യം നല്ലൊരു മൊമെന്റം ഉണ്ടായി ഞങ്ങൾക്ക് ഒരു വീണ്ടും ഒരു ബ്രേക്ക് ഡൗൺ തരുന്നതാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് 41,150 എന്ന ലെവലൊക്കെ ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും വ്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായി ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ വേണമെന്നാണ് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം.